മുദ്രാ ലോണുകളുടെ പേരിൽ തട്ടിപ്പ് വ്യാപകമാകുന്നു. വാട്സാപ്പിൽ ലഭിച്ച ലിങ്ക് വഴി ലോൺ എടുക്കാൻ ശ്രമിച്ച കുറ്റ്യാടി സ്വദേശിക്ക് പണം നഷ്ടമായി. വീണ്ടും പണം ആവശ്യപ്പെട്ട് സംഘം ഭീഷണിപ്പെടുത്തുന്നതായി കുറ്റ്യാടി സ്വദേശി ഷാജി നൽകിയ പരാതിയിൽ പറയും. ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് സംഘം പിടിമുറുക്കുന്നത്. പ്രധാനമന്ത്രി മുദ്ര യോജന വഴി ലോണുകൾ ലഭിക്കുന്നുവെന്ന പേരിൽ വാട്സപ്പിലേക്ക് ലിങ്ക് എത്തും. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് പിന്നാലെ തട്ടിപ്പ് സംഘം ഫോണിൽ ബന്ധപ്പെടും. മലയാളത്തിലാണ് ആശയവിനിമയം. ഈ ഫണ്ട് ഓൾറെഡി ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. ഇത് അധികം നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റൂല. ഈ ഫണ്ട് നിങ്ങൾക്ക് ഈ 50,000 എനിക്ക് ഇപ്പൊ പെട്ടെന്നൊരു 7,000-8,000 റുപ്യ ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂല. നിങ്ങൾ ആരെയെങ്കിലും ഒരു കുറച്ച് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് മേടിച്ചിട്ട് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കും. ഈ ഒരു ചെറിയൊരു എമൗണ്ട് അല്ലേ, എനിക്ക് അത് കഴിച്ചിട്ട് ബാക്കി അയക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് കേന്ദ്ര സർക്കാർ ഡയറക്റ്റ് ത്രൂ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറല്ലേ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്കല്ലേ പൈസ എടുക്കാൻ പറ്റൂ. കുറ്റ്യാടി സ്വദേശി ആദ്യം 3,750 രൂപയാണ് നൽകിയത്. ഉടൻ തന്നെ 50,000 രൂപ ക്രെഡിറ്റ് ആയി എന്ന മെസ്സേജും ലഭിച്ചു. എന്നാൽ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ പണമില്ല. ഇതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത്. 50,000 ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജിൻ്റെ അകത്ത് ഞാൻ അക്കൗണ്ട് നോക്കുമ്പോൾ പൈസ കാലി. അപ്പോൾ അവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു. എടുത്തിട്ട് പറഞ്ഞ് 9,000 റുപ്യ ഒരു ബാങ്കിൻ്റെ പൈസ അടക്കണം. അത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ കട്ട് ചെയ്യുന്നതിന് വിട്ട് 59,000 റുപ്യ തിരിച്ചു കയറുന്നു. തട്ടിപ്പാന്ന് മനസ്സിലായാൽ ഞാൻ നേരെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ വളയം സ്റ്റേഷനിൽ പോവുകയും നഷ്ടമായ പണം തിരികെ കിട്ടിയില്ലെന്ന് മാത്രമല്ല, വീണ്ടും പണം ആവശ്യപ്പെടുകയാണ് സംഘം. വഴങ്ങാതെ വന്നതോടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുമെന്നും സംഘം ഭീഷണിപ്പെടുത്തുന്നു. തട്ടിപ്പിന് കൂടുതലും വീട്ടമ്മമാരും സ്ത്രീകളുമാണ് ഇരകളാകുന്നതെന്ന് പോലീസ് പറയുന്നു. അക്കൗണ്ട് മരവിപ്പിക്കുന്നതിനപ്പുറം മറ്റു നടപടികൾ എടുക്കാൻ പോലീസിനാകാത്തതും വെല്ലുവിളിയാണ്. 24 കോഴിക്കോട്.